വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവയും ചോറും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. അപ്പോൾ അതിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. റവ എടുത്ത അതേ പാത്രത്തിന് ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായി സോഫ്റ്റായി വരും. അപ്പോൾ അതുകൊണ്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഏത് അരിൻ്റെ ചോറാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ട അരിൻ്റെ ചോറാണ്. അപ്പോൾ 1 കപ്പ് അളവിന് ചോറ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓയിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ റവ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത ചോറുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. റവ കൂട്ടിയെടുക്കുന്നതിനനുസരിച്ച് തന്നെ ചോറും കൂട്ടിയെടുക്കാം. ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ ചോറിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരികളൊന്നും ഇല്ലാതെ വേണം ചോറ് നന്നായി അടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതേ മിക്സിൻ്റെ ജാറിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാളൻ്റെ പാതി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ സവാളൻ്റെ പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കാം. 2 3 എണ്ണം ചേർത്താൽ മതി. പിന്നെ വേണ്ടത് വലിയ ജീരകമാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ അരച്ചെടുത്ത തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ഞാനിപ്പോൾ ഈ ഒരു റവൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയ പോലെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ലേശം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ലേശം അരിപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ പുട്ടുപൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കഷ്ണം വാഴയില എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ആക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ ഒരു വാഴയിലയും കൂടെ എടുക്കുക. അതിലും ലേശം വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാഴയില കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെയോ വെളിച്ചെണ്ണൻ്റെയൊക്കെ കവർ ഉണ്ടാവുമല്ലോ, അതായാലും മതി. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച റവൻ്റെ മാവുണ്ടല്ലോ, അതിന്ന് അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു ബോൾ മാവ് എടുത്തിട്ട് ഇതുപോലെ വാഴയില മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇടിയപ്പത്തിൻ്റെ തട്ടി വെച്ചിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പരന്ന ടൈപ്പിലുള്ള ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. നന്നായി തിന്നാക്കരുത്. അപ്പോൾ അത് പൊന്തി വരില്ല. നമ്മളിപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പൊന്തി വരണമെങ്കിൽ അത്യാവശ്യം ചെറിയൊരു കട്ടി ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അത് നേരെ കയ്യിൽക്കായി വരും. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്, ഇതുപോലെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഓയിൽ നന്നായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഈ പരത്തിയെടുത്ത ഈ ഒരു പലഹാരം നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലിന് പകരം വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കത് പൊന്തി കിട്ടില്ല. നന്നായി ഉള്ളൊന്ന് വെന്ത് പൊന്തി വരണമെങ്കിൽ ഓയിൽ നല്ല ചൂടായിരിക്കണം. ഇതിപ്പോൾ തന്നാലെ പൊന്തി മേലേക്ക് വരും. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതിന് മുമ്പ് ഒന്നും ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ ചെറിയ ചെറിയ ബോൾസായിട്ട് മേലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ നേരെ തിരിച്ചൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്കിത് എണ്ണയിൽ വെക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല.
ഇതപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇടാതെ തന്നെ നമുക്കിത് നല്ല ടേസ്റ്റിൽ ചുട്ടെടുക്കാം. അപ്പോൾ ബാക്കിയായ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ ഈ ഒരു പലഹാരത്തിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എണ്ണ ചൂടാവാൻ വെക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പ്രസ് ചെയ്ത് അപ്പം തന്നെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ലൊരു ക്രിസ്പിയാണ്. നമുക്ക് വൈകുന്നേര സമയത്ത് ചായൻ്റെ കൂടെയും രാവിലെ പലഹാരമായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. അങ്ങനെ റവയും ചോറൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.